നമസ്കാരം. ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്ന ഇന്ത്യൻ ടീമിൽ നിന്നും മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ തഴയപ്പെട്ടതിനെ കുറിച്ച് ഞെട്ടിക്കുന്ന നിരീക്ഷണം നടത്തിയിരിക്കുകയാണ് ഓസ്ട്രേലിയയുടെ മുൻ ഓൾറൗണ്ടറായ ബ്രാഡ് ഹോഗ. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ടൂർണമെന്റിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചത്. മിന്നും ഫോമിലായിട്ടും സഞ്ജു സാംസൺ ഒഴിവാക്കപ്പെട്ടപ്പോൾ വിക്കറ്റ് കീപ്പർമാരായ ഋഷഭ് പന്തും KL രാഹുലും ടീമിൽ ഇടം പിടിക്കുകയും ചെയ്തു. സ്വന്തം ചാനലിൽ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ കുറിച്ച് വിശകലനം ചെയ്യവെയാണ് സഞ്ജുവിന്റെ അഭാവത്തെക്കുറിച്ച് വളരെ വിചിത്രമായ അഭിപ്രായ പ്രകടനം ഹോഗ നടത്തിയിരിക്കുന്നത്. മുൻ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ MS ധോണിയെ അദ്ദേഹം ഇതിലേക്ക് വലിച്ചിഴച്ചു എന്നാണ് പറയപ്പെടുന്നത്. സഞ്ജു സാംസണെ ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡിൽ നിന്നും തഴയാനുള്ള കാരണം MS ധോണിയാണ് എന്നാണ് ബ്രാഡ് ഹോഗിന്റെ അഭിപ്രായം. പക്ഷേ ഇത് കേട്ട് ആരാധകർ ഞെട്ടാൻ വരട്ടെ. തമാശ രൂപേണയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസണെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരുപക്ഷെ MS ധോണി ഇക്കാര്യത്തിൽ തന്റെ അഭിപ്രായം പറഞ്ഞത് കൊണ്ടായിരിക്കാം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇതൊരു തമാശയായി കണ്ടാൽ മതിയെന്നും പക്ഷെ ഇപ്പോൾ തിരഞ്ഞെടുത്ത സ്ക്വാഡ് മികച്ചതാണെന്നുമാണ് ഹോഗ് വ്യക്തമാക്കുന്നത്. ഏകദിന ക്രിക്കറ്റിലെ കണക്കുകൾ എടുത്താൽ KL രാഹുൽ, ഋഷഭ് പന്ത് എന്നിവരെക്കാൾ മുകളിലാണ് സഞ്ജു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ മൂന്ന് പേരെയും താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ ബാറ്റിംഗ് ശരാശരി കൂടുതലുള്ളത് മലയാളി താരമായ സഞ്ജു സാംസൺ ആണ്. ഇന്ത്യക്കായി ഏകദിനത്തിൽ 72 ഇന്നിംഗ്സുകളിൽ രാഹുൽ കളിച്ചു കഴിഞ്ഞു. ഇവയിൽ 49.16 ശരാശരിയിൽ 2851 റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുള്ളത്. ഋഷഭ് പന്താകട്ടെ 27 ഇന്നിംഗ്സുകളിലാണ് കളിച്ചിട്ടുള്ളത്. 33.50 ശരാശരിയിൽ 871 റൺസും നേടി. എന്നാൽ സഞ്ജു 14 ഇന്നിംഗ്സുകളിൽ നിന്നും 56.66 എന്ന തകർപ്പൻ ശരാശരിയിൽ 510 റൺസ് അടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തിടെ സമാപിച്ച വിജയ് ഹസാരെ ട്രോഫി ഏകദിന ടൂർണമെന്റിൽ വമ്പൻ റൺവേട്ട നടത്തിയിട്ടും ചാമ്പ്യൻസ് ട്രോഫിയിൽ തഴയപ്പെട്ട താരമായ കരുൺ നായരെ കുറിച്ചും ബ്രാഡ് ഹോഗ് പറയുന്നുണ്ട്. കരുൺ നായർക്ക് ഇന്ത്യൻ ടീമിൽ സ്ഥാനം ലഭിച്ചില്ല. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ റണ്ണെടുത്തിട്ടുള്ള താരമാണ് കരുൺ നായർ. പക്ഷേ പ്രായ കൂടുതലായതും മോശം സ്ട്രൈക്ക് റേറ്റും കാരണമാണ് ഇന്ത്യൻ ടീമിൽ സ്ഥാനം ലഭിക്കാതെ പോയതെന്നും ഹോഗ് അഭിപ്രായപ്പെടുകയാണ്. മുൻ ഇതിഹാസ ഓപ്പണറായ വീരേന്ദർ സേവാഗ് കഴിഞ്ഞാൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ ഏക താരം കൂടിയാണ് കരുൺ നായർ. 33-കാരനാണ് അദ്ദേഹം. പക്ഷേ ദീർഘകാലമായി ഒരു ഫോർമാറ്റിലും അദ്ദേഹം ദേശീയ ടീമിന്റെ ഭാഗമല്ല. കഴിഞ്ഞ വിജയ് ഹസാരെ ട്രോഫിയിൽ വിദർഭ ക്യാപ്റ്റൻ കൂടിയായ കരുൺ നായർ അവിശ്വസനീയ റൺവേട്ടയാണ് നടത്തിയത്. വിദർഭയെ ഫൈനലിൽ എത്തിക്കുന്നതിൽ നിർണായകമായത് താരത്തിന്റെ ഗംഭീര ഇന്നിംഗ്സ് തന്നെയായിരുന്നു. 9 മത്സരങ്ങളിൽ നിന്നും 389.5 ശരാശരിയിൽ 124 സ്ട്രൈക്ക് റേറ്റോടെ കരുൺ വാരിക്കൂട്ടിയത് 779 റൺസ്. 5 സെഞ്ചുറികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഓവറോൾ കരിയർ എടുത്താൽ 107 ലിസ്റ്റ് A മത്സരങ്ങളിൽ നിന്നും 41.15 ശരാശരിയിൽ 3128 റൺസാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം. 89.24 സ്ട്രൈക്ക് റേറ്റിലാണിത്. 8 സെഞ്ചുറിയും 14 അർദ്ധ സെഞ്ചുറികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്.